നീ പുറത്ത് വീട്ടി എന്റെ പുറത്തല്ല, അമ്പലത്തിന്റെ പുറത്ത് കൊല്ലി വിളിക്കിരിക്കുന്നു പറഞ്ഞ പോരെ. അമ്മേ മഹാമായേ ദുർഗാ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവചരണേ. അമ്മേ മഹാമായേ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരണേ അമ്മേ. അമ്മേ അമ്മേ ഒരുമാതിരി പരിപാടി കാണിക്കില്ലട്ടാ. മറ്റടുത്ത് വീഴ്ചയായി. മുത്തശ്ശി, ഇതാ ഞാൻ പറഞ്ഞ ആള്. ഏൽക്കുന്നുണ്ട്. അതെ, എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എനിക്കറിയില്ല. നീ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഹെൽപ്പ് ചോദിക്കാൻ പോയവൻ ആടുന്നു, പാടുന്നു, കരയുന്നു. ഇപ്പതേ മിണ്ടാതെ പോന്നേക്കുന്നു. അതൊക്കെയാണ് ഇതിന്റെ ഒരു നമ്പർ. വെറുതെ ഒരു ഹെൽപ്പ് ചോദിച്ച് ആരെങ്കിലും ചെയ്യൂ? മനസ്സിലൊരു ഇഷ്ടം വന്ന് നോക്കട്ടെ, പിന്നെ എന്ത് ഹെൽപ്പും വാരിക്കോരി ചെയ്യും. പക്ഷെ ആ പറഞ്ഞ ഇഷ്ടം അവൾക്കും തോന്നണ്ടേ, അതും നിന്നോട്. എടാ, അവളൊരു നാട്ടുമ്പുറത്തുകാരി പെണ്ണ്, ഞാനാണെങ്കിലോ പട്ടണത്തിൽ നിന്ന് വന്നൊരു സുന്ദരൻ. പട്ടണത്തിൽ നിന്ന് വന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുന്ദരൻ. എന്റെ ഈശ്വര, അപ്പൊ എന്നെ കണ്ട ജനം എന്തെന്ന് പറയും? പിച്ചക്കാരെന്ന്. ഒച്ച വെക്കല്ലേ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ പൊളിയും പോത്തെ. എടാ, എന്റെ കയ്യിലുള്ള സൗന്ദര്യവും കഴിവും വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അവളെ വീഴ്ത്തും. അത് പിന്നെ പതുക്കെ പറയണോ? പിന്നെ നീ നോക്കിക്കോ, നാണത്താൽ കാൽവിരൽ കൊണ്ട് അവൾ കളം വരച്ചുകൊണ്ട് ചോദിക്കും, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? അപ്പൊ ഞാൻ എന്റെ ആവശ്യം പറയും, കാര്യം സാധിക്കാൻ ചെയ്യും. അപ്പൊ ഞാൻ പോട്ടെ. ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ഈ മലയുടെ താഴ്ത്തു വെച്ചാണ്, അതും തികച്ചും യാദർച്ഛികമായി. നീ എങ്ങോട്ട് വരുന്നത്? അവളെ വീഴ്ത്താൻ. ഒരു ഭീകര ജന്തുവിനെ കാണിച്ചു പേടിപ്പിച്ചു വീഴ്ത്താനല്ല ഞാൻ പോകുന്നത്. പോടാ പട്ടി. വേണ്ടായിരുന്നു. അവൻ പിന്നെയും വന്നിട്ടുണ്ട് നിന്നെ വീഴ്ത്താൻ. മുത്തശ്ശി, ഹനുമാന്റെ പുതിയ പ്രതിഷ്ഠയാ. പാല് വീട്ടിൽ വെച്ച് മറന്നു തോന്നുന്നു. ഹനുമാൻ എന്റെ മുഖാണോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു സോറി പറയാൻ വേണ്ടി വന്നതാ. എന്നോടോ? അതെ. എങ്കിൽ പറഞ്ഞോളൂ. സോറി. ശരി. അല്ല, എന്തിനാ സോറി പറഞ്ഞെന്ന് ചോദിച്ചില്ല. അയ്യോ സോറി. എന്തിനാ സോറി പറഞ്ഞത്? അന്ന് കുട്ടിയുടെ കൂടെ ആടിയതിനും പാടിയതിനും ഒക്കെ. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എന്തിനാ മീരയെല്ലാം നിറഞ്ഞിട്ടും കുട്ടിയുടെ കൂടെ ആടും പാടുകയൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല. സോറി. ഓ, അത് സാരമില്ല. അല്ല, ആരാ മീരാന്ന് ചോദിച്ചില്ല. ആരാ മീര? അതൊരു വലിയ കഥയാ. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി അല്ല, ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയാം. എന്റെ മീര മരിച്ചു. പക്ഷേ അതേ രൂപത്തിലുള്ള കുട്ടിയെ കണ്ടപ്പോ എന്റെ മീര തിരിച്ചു വന്നു ഒരു നിമിഷം ഞാൻ ചിന്തിച്ചുപോയി. പാടിപ്പോയി, ആടിപ്പോയി. സോറി മുത്തശ്ശി, ഓളപ്പിറ്റു. സോറി. ഞാൻ എന്തിനങ്ങനെ ചിന്തിച്ചത്? അയ്യോ, ഒന്ന് പ്രേമിച്ചതല്ലേ? കണ്ടപ്പോ ഞാൻ കരുതി ഫ്രഷ് ആയിരിക്കുമെന്ന്. ഞാൻ ഓവറാക്കിയോ? ആക്ച്വലി ഞാനാരും പ്രേമിച്ചിട്ടില്ല. ആ കുട്ടിയാണ് എന്നെ പ്രേമിച്ചത്. ഐ മീൻ, ഒരു വൺ വേ ലവ് ആയിരുന്നു. ആണോ? ഞാൻ ഫ്രഷാണ്. കുട്ടിക്കറിയോ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ആദ്യം എന്റെ കണക്ക് ടീച്ചർ എന്നെ പ്രേമിച്ചു. പക്ഷെ എന്താണെന്നറിയില്ല, ഞാനത് കണക്കിലെടുത്തില്ല. പിന്നെ കോളേജ് പഠിക്കുമ്പോ മീര എന്നെ പ്രേമിച്ചു. ഞാനത് തട്ടിക്കളഞ്ഞു. എന്റെ ആളെ കാണുന്നവരെ ഞാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പോ ഇവിടെ വെച്ച് കുട്ടിയെ കണ്ടപ്പോഴാണ് എന്തുകൊണ്ടാണത്? ദിസ് ഇസ് എ ബിഗ് റോക്ക്. തട്ടിട്ട് നീങ്ങില്ല. ഐ തോട്ട് ദിസ് ഇസ് എലിഫന്റ് പിണ്ടം, യു നോ. ഓ, ഹോഴ്സ് വെഹിക്കിളാ. അതെ, ഞാൻ വണ്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടോ. എവിടെയാ ഡ്രോപ്പ് ചെയ്യേണ്ടത്? എവിടെയായാലും മതി. ഒന്ന് ഇറങ്ങാമോ? എന്തേ? ഇറങ്ങോ. ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു. വീരമണി വണ്ടിയുടെ. അല്ല, ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ കൂടുതൽ പരിചയപ്പെടാമായിരുന്നു. കൂടെ നടന്ന് പരിചയപ്പെട്ടാ മതി. വണ്ടി പതുക്കെയല്ലേ പോകുന്നത്. ആയിക്കോട്ടെ. ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇമ്മണി വ്യായാമം കൊടുക്കല്ലേ? പിന്നെന്താ? അയ്യോ, എന്തു പറ്റി? സൈഡിൽ കൂടി നടന്നപ്പോ കാലില് വെയില് കയറിയതാ. അയ്യോ. ഏയ്, കൊഴപ്പില്ല. അല്ല, വീട്ടിലെന്തെങ്കിലും പറ്റിയാവോ? എന്താ പേര്? മീന. എന്താ കഴിച്ചെന്നല്ല ചോദിച്ചത്. എന്റെ പേരാ പറഞ്ഞത്, മീന. നമ്മുടെ പേരെന്താണാവോ? ഭുവൻ. പൂവനോ? രണ്ട് പെടയുടെ കുറവുണ്ട്. പൂവനല്ല, ഭുവൻ. ഭുവൻ ചന്ദ്രൻ. വീരമണി, ഓ, ഗിയർ ചേഞ്ച് ചെയ്തോളൂ.
സ്പീഡ് കൂടുന്നുണ്ടോ? കുതിരക്കാരാ, ഞാൻ കുതിരയൊന്നും അല്ല, എനിക്ക് അങ്ങനെ 2 കാലേ ഉള്ളൂ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? വിചാരിച്ച പോലെ വീണു. വേണോ? അയ്യോ പോവല്ലേ? ഹെൽപ്പ് വേണം, ആള് പുറകിലുണ്ട്. കുതിരക്കാരാ, ഒന്നും നിർത്തൂ. അയ്യേ അയ്യേ, കുതിരയുടെ ബാക്കിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അയ്യേ, ചാണകല്ലേ ഇത്? കുതിരക്കാരാ, കുതിരയുടെ ഡിക്യൂ നടക്കൂ. ലഗേജ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചെവി കേട്ടൂടാ പോസ്റ്റേ.